ഹലോ, ഞാൻ അയന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു കഥയിലേക്ക് പോയാലോ? ഒരു അടിപൊളി കഥ കേൾക്കാട്ടോ. അപ്പോൾ തുടങ്ങാലോ അല്ലേ? ഞാൻ സജിത, 45 വയസ്സ്. ഭർത്താവ് രമേശ് നായർ, 50 വയസ്സ്, പ്രവാസിയാണ് കേട്ടോ. മകൻ ശരത്ത്, 25 വയസ്സ്, അത്തേ തന്നെ പ്രവാസി. മകൾ സ്നേഹ, 20 വയസ്സ്, ബാംഗ്ലൂരിലാണേ, എഞ്ചിനീയറിംഗ് പഠിക്കുക. രമണി നായർ, 65 വയസ്സ്, ഭർത്താവിൻ്റെ അമ്മയാണേ. എൻ്റെ വീട്ടിലെ അംഗങ്ങളെ പരിചയപ്പെടുത്തിയതാട്ടോ. ഇവരൊക്കെയും ഇതിൽ നായകന്മാരായി വരണമെന്നൊന്നുമില്ല. ചിലർ വരും, ഇവരല്ലാതെ ചിലരും വേറെയും വരും. എൻ്റെ 27-ാം വയസ്സ് വരെ ഞാൻ പക്ക പതിവ്രതയായിരുന്നു. പഠനകാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രണയങ്ങൾക്കപ്പുറം മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും ഞാൻ കിടന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 27-ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ജീവിതം മാറി. അന്നു മുതൽ ഇന്ന് 45 വയസ്സ് വരെ 18 വർഷമായി എൻ്റെ ആ ലൈഫ് വേറെ ലെവലാണ്. വലിയ നായത്തറവാടൊന്നുമില്ല ഞങ്ങളുടേത്. ഉള്ളതൊക്കെ ഭർത്താവിൻ്റെ അച്ഛൻ വിറ്റ് തെളിച്ചിട്ടുണ്ട്. നന്നായി കഷ്ടപ്പെട്ട് ജീവിച്ച കുടുംബമാണ്. ഇപ്പോൾ ഭർത്താവ് പ്രവാസം തുടങ്ങിയ ശേഷം ജീവിത നിലവാരം അല്പം മെച്ചപ്പെട്ടിട്ടൊക്കെയുണ്ട്. അതുകൊണ്ടാണ് മകനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചത്. ഇപ്പോൾ മകളെ പഠിപ്പിക്കുന്നതും ഭർത്താവ് പ്രവാസം നയിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് തന്നെ. വിവാഹം കഴിഞ്ഞ നാളുകളിൽ നല്ല പ്രാരാബ്ധമുണ്ടായിരുന്നു. 19-ാം വയസ്സിൽ ഞാൻ വിവാഹിതയായിട്ടുണ്ട്. അത്യാവശ്യം പഠിക്കുമെങ്കിലും വീട്ടിൽ പ്രാരാബ്ധം കാരണം പ്രീ-ഡിഗ്രി കഴിഞ്ഞ ശേഷം തന്നെ എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടു. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 20-ാം വയസ്സിലാണ് മകൻ ഉണ്ടാകുന്നത്. ഭർത്താവ് രമേശ് ഒരു ചെറിയ കാലത്ത് നടത്തി കിട്ടുന്ന വരുമാനമായിരുന്നു പ്രധാന ജീവിതമാർഗം. അമ്മായിയമ്മ അടുത്തുള്ള ഷറഫുവിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകും. മൂപ്പത്തിക്ക് ജീവിക്കാനുള്ളത് അങ്ങനെ സമ്പാദിക്കും. നായർ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ വീട്ടു ജോലി ചെയ്ത് ജീവിക്കേണ്ടവരല്ല. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഉള്ളതൊക്കെ വിറ്റ് തെളിച്ചാൽ പിന്നെ കിട്ടുന്ന ജോലിക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെയാണ് രമേശിൻ്റെ അമ്മ രമണി ഷറഫുവിൻ്റെ വീട്ടിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. ഷറഫ് ഗൾഫിലാണ്. ഭാര്യ റംലയും കുട്ടികളുമാണ് വീട്ടിൽ. അവരൊക്കെ നല്ല ഡീസൻ്റ് ആളുകളായിരുന്നാൽ അമ്മയ്ക്ക് അവിടെ പോയി ജോലി ചെയ്യുന്നതിലും പ്രയാസമൊന്നും ഇല്ലായിരുന്നു. 20-ാം വയസ്സിൽ മകനെ പ്രസവിച്ചതോടെ എൻ്റെ മെലിഞ്ഞ ശരീരപ്രകൃതിയൊക്കെ മാറി. ഞാൻ ശരിക്കും ഒരു പെണ്ണായി. അന്ന് സാരിയായിരുന്നു പ്രധാന വേഷം. പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ എന്നെ നോക്കി കമൻറ്റ് പറയാനൊക്കെ തുടങ്ങി. അതിനിടെ 25-ാമത്തെ വയസ്സിൽ മകളും പിറന്നു. അതോടെ നാം ഒന്ന് നമുക്ക് വേണ്ടുന്ന തത്വം പാലിച്ചു. രണ്ടാമതും പ്രസവിച്ചതോടെ ഞാൻ ഒന്നുകൂടി അങ്ങ് ചേർത്തു. നാട്ടുകാർക്ക് ഞാൻ ശരിക്കൊരു കാഴ്ച വസ്തുവായി. മോൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. അതൊക്കെ നിർത്താൻ സമയമായി. പക്ഷേ അവിടെ ആണെങ്കിൽ നല്ലതുപോലെ അത് ഉണ്ട് താനും. ഇടയ്ക്കൊക്കെ അത് താനെ കനിയുകയും ചെയ്യും. ബ്ലൗസിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് നനവാകും. കുറേയൊക്കെ ഞാൻ സ്വന്തം തന്നെ പിഴിഞ്ഞങ്ങ് കളയും. എന്നാലും കുറേ ഉണ്ടാവും. അതിങ്ങനെ നനഞ്ഞിരിക്കുന്നത് കണ്ട് ആളുകൾ കൊത്തിയോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രമേശിനെ കൊണ്ട് ആ പശുവിനെ മേയ്ക്കുവാൻ പറ്റുമോ നായരമ്മേ? അമ്മ പണിക്ക് പോകുന്ന വീട്ടിലെ ഷറഫിക്ക അമ്മയോട് ഞാൻ കേൾക്ക് ചോദിച്ചു. അമ്മയുടെ വിചാരം വീട്ടിലെ പശുവിനെ കുറിച്ചാണ് ഷറഫിക്ക ചോദിച്ചതെന്നാണ്. അയാൾ ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവനല്ലാതെ ആരും മേയ്ക്കാൻ അതിനെ എന്നെ കൊണ്ട് മേയ്ക്കാനൊന്നും പറ്റില്ല, അമ്മ മറുപടി പറഞ്ഞു. ഷറഫ്, നായരമ്മ എങ്ങനെ മേയ്ക്കാനാണ് അതിനെ? പെണ്ണുങ്ങളെ കൊണ്ടൊന്നും മേയ്ക്കാൻ പറ്റിയ എന്നുള്ളത്. അതിനെ മേയ്ക്കാൻ നല്ല ഉശിട്ടുള്ള ആണുങ്ങൾ തന്നെ വേണം. അമ്മ, ശരിയാ, പിടിച്ചാക്കിട്ടത് എന്നെ അതിനെ മേയ്ക്കാൻ കുറച്ച് ഉശിരൊക്കെ വേണം. ഷറഫു, രമേശിൻ്റെ കച്ചവട തിരക്കിനിടയിൽ അതിൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് തന്നേക്കാൻ പറ, ഞാൻ നോക്കിക്കോളാം. എന്നെ ഉദ്ദേശിച്ചാണല്ലോ പുള്ളി പറയുന്നതെന്നോർത്ത് എനിക്ക് ശരിക്കും കുളിര് വന്നു. അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നുമില്ല. ഇനി മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ? യുവത്തെ കാലത്ത് നല്ലോണം കിടന്നു കൊടുത്ത പാരമ്പര്യമാണല്ലോ പഴയ തലമുറയിലെ ഞങ്ങളുടെ കൂട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാവുക. അത് വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഷറഫ് പോലെ തന്നെ ഡബിൾ മീനിങ് അറിയേണ്ടതാണ്.
അമ്മ, അവൻ്റെ കച്ചവടത്തിരക്കിനിടയിൽ അതിനെ നോക്കാൻ കഴിയില്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഇടയ്ക്ക് നീയും വേണേൽ നോക്കിക്കോ, അതിൻ്റെ വിഷമം മാറിയാൽ മതി. ഷറഫു, അകിടൊക്കെ നല്ല വലിപ്പമുണ്ടല്ലോ നായരമ്മേ, നല്ലോണം പാലും കാണും. കുട്ടി കുടിച്ചാൽ മാത്രം പാല് തീരില്ല. രമേശൻ കറവ കുറവാണോ സജിതേ? ഇപ്രാവശ്യം ഷറഫുക്ക അമ്മയെ ഒഴിവാക്കി എന്നോട് ഡയറക്റ്റാണ് ചോദിച്ചത്. എനിക്ക് ആകെ കുളിര് വന്നു. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. അയാളെ ഒന്ന് വട്ടം കറക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ രമേശേട്ടന് കടയിൽ പോകുന്ന തിരക്കിൻ്റെ ഇടയിലുള്ള കറവയല്ലേ, മുഴുവൻ കറക്കാതെ മൂപ്പര് പോകുന്നത്. ഷറഫുക്ക, അവന് സമയമില്ലാത്തപ്പോൾ വേണമെങ്കിൽ ഞാൻ കറവ നടത്താം, അല്ലെങ്കിൽ അങ്ങിടങ്ങ് വീങ്ങും. ഞാൻ ഇക്കയ്ക്ക് കറവ നന്നായി അറിയൂ? ഷറഫുക്ക, എനിക്ക് കറവ നല്ല പരിചയം. ഇവിടെ മാത്രമല്ല, ഗൾഫിലും 2 അറബി വീട്ടിൽ ഞാനല്ലേ കറവ നടത്തല്ലേ. ഞാൻ അറബി വീട്ടിലും കറവയുണ്ടോ? എത്ര എണ്ണത്തിന്റെ കറവ നടത്തുന്നുണ്ട്? ഒരു വീട്ടിൽ 2 എണ്ണത്തിനെയും മറ്റൊരു വീട്ടിൽ 1-നെയും. 3 എണ്ണത്തിന് ഡെയിലി കറവയുണ്ടോ? 3ഉം അറബി പശുക്കളാ? 2 അറബി പശുക്കളാണ്. 1 ഫിലിപ്പീനിൽ നിന്നും ഇറക്കുമതി ചെയ്തതാ. അവന് നല്ല പരിചയമാണ് മോളെ കറവയിൽ. നമുക്ക് പിന്നെ ഇവന്റെ കറവ എങ്ങനെയുണ്ടെന്ന് നോക്കണം. നാരമ്മ വെറുതെ പറയുന്നതാണ് നോക്കണമെന്ന്. നാരമ്മ എൻ്റെ കറവയൊക്കെ നോക്കിയതാണ്. ഷറഫിന്റെ സംസാരത്തിൽ ഞാൻ ഒന്ന് ഞെട്ടി. ഈ അമ്മായിയമ്മയെ കളിച്ചിട്ടുണ്ടെന്നുള്ള മരുമോളായ എന്നോട് പച്ചയ്ക്ക് പറയുന്നു. അമ്മയ്ക്കും ആകെ നാണം കെട്ട അവസ്ഥയിലായി. ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഷറഫുവിന്റെ വായിൽ നിന്ന് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ, അതെ അതെ, പണ്ട് നമ്മുടെ വീട്ടിലെ പശുവിനെ ഇവൻ കറവ നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് അവൻ പറയുന്നത്. അമ്മ പയ്യെ അവിടെ നിന്നും സ്കൂട്ടായി. ഷറഫുക്ക എന്നെ കണ്ണിറുക്കി കാണിച്ചു. ഞാൻ നാണിച്ച് താഴോട്ട് നോക്കി. ഷറഫുക്ക, പശുവിന് അകിട് മാത്രമല്ല, നല്ല സൈസാണല്ലോ സജിതേ. ഞാൻ, അയ്യേ, ഒരു നാണല്ലേ നിങ്ങൾക്ക്? അല്ല, അറബി പശുവിനോ ഫിലിപ്പിനി പശുവിനോ അകിട് കൂടുതൽ? ഷറഫുക്ക, ഫിലിപ്പിനി പശു നല്ല പാലുള്ള സൈസാണ്. ഞാൻ, അറബി 2 പശുവിനെയൊക്കെ പോറ്റുവോ? ഷറഫ്ക, 1 തള്ള പശുവിന്റെ കുട്ടിയാ. ഓ, ഇത് അമ്മയും മകളെയും കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടിപ്പശു കറവയ്ക്ക് ആയതാണോ? ഷറഫുക്ക, തള്ള പശുവിനേക്കാൾ അകിടുണ്ട് കുട്ടിപ്പശുവിന്. ഞങ്ങളുടെ സംസാരത്തിനിടയിലേക്ക് ഷറഫുക്കൻ്റെ ഭാര്യ റംല വന്നു. ഞാൻ, റംലാത്ത, ഇക്ക് ഗൾഫിൽ 2 അറബി പശുവിനെയും 1 ഫിലിപ്പിനി പശുവിനെയും കറവയുണ്ടത്ര. റംലത്ത, ഇക്ക് കറവ നടത്തിയാലും ശരിക്കും പാല് കിട്ടുന്നു വന്ന് അവരെന്നൊക്കെ കൊണ്ട് തന്നെ കറവ നടത്തിക്കും. പാവക്ക. ഈ പൊട്ടത്തേക്ക് അറിയില്ലല്ലോ, കെട്ടിയവൻ 2 അറബി പെണ്ണുങ്ങളെയും 1 ഫിലിപ്പിനെയും നോക്കുന്ന കാര്യമാണ് പറയുന്നതെന്നു. ഞാൻ, ഇക്കയെ കൊണ്ട് വീട്ടിലും ഒരു കറവ നടത്തിക്കണം. രമേശേട്ടൻ കറവ നടത്തിയിട്ട് പാല് കുറവാണ് കിട്ടുന്നത്, അകിട് വീങ്ങുന്നുണ്ട്. അതിനെന്താ, എപ്പോൾ വേണമെങ്കിലും ഇക്ക വന്ന് കറവ നടത്തിത്തരും, പറഞ്ഞാൽ മതി എന്ന് റംലാത്ത പറഞ്ഞു. ഞാൻ, നടത്തിക്കണം. അമ്മയും പറഞ്ഞത് ഇക്കയുടേത് നല്ല കറവയാണെന്നാ. അതിനിടെ അമ്മ വന്നു. അമ്മ, ഇവിടുത്തെ കറവ ഇതുവരെ തീർന്നില്ലേ? ഷറഫുക്ക, നിങ്ങളെ വീട്ടിലൊരു കറവ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അമ്മ, അത് നന്നായി. രമേശിനെ കൊണ്ട് അതൊന്നും പറ്റില്ല. വീട്ടിലെത്തി അതൊന്ന് അയച്ചു നോക്കിയപ്പോൾ അത് നനഞ്ഞിട്ടുണ്ട്. ഷറഫുക്കമ്മയുടെ സംസാരത്തിനിടയിൽ അവിടെ നിന്നും തേനൊലിച്ചതാണ്. മകനും മകളും വളർന്നു വരാൻ തുടങ്ങിയതോടെ എനിക്കും എന്തെങ്കിലും ജോലിയൊക്കെ വേണം. രമേശേട്ടൻ്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയില്ലെന്നായി. അതിനിടെ അമ്മയമ്മ എന്നോട് ഷറഫിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകാൻ പറഞ്ഞു. അമ്മയ്ക്ക് പ്രായമായെന്നും ഇനി ജോലിക്കൊന്നും പോകാൻ വയ്യാന്നും പറഞ്ഞു. അങ്ങനെ ഷറഫുക്കാരുടെ വീട്ടിലെ ജോലിക്ക് ഞാൻ പോയി തുടങ്ങി. എൻ്റെ 27ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി ജോലിക്ക് പോയി. ആദ്യ ദിവസങ്ങളിലൊക്കെ റംലത്ത് എൻ്റെ കൂടെ തന്നെ നിന്ന് എല്ലാം കാണിച്ചു തന്നു. ഒരു വേലക്കാരി എന്ന നിലയ്ക്കൊന്നും റംലത്തെയും ഷറഫുക്കയും എന്നെ കണ്ടില്ല. സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് അവർ എന്നെ പരിഗണിച്ചത്. അന്ന് ഷറഫുക്കയ്ക്ക് 32 വയസ്സ് പ്രായമുണ്ട്. സുമുഖനായൊരു യുവാവ്, നല്ല പൗരുഷമുള്ള വ്യക്തിത്വം. ഏതൊരു പെണ്ണ് കൊതിക്കുന്ന ശരീരഘടനയും മസിൽ പവറുള്ളൊരു ബോഡി. നാട്ടിലെ ചില പെണ്ണുങ്ങൾക്കൊക്കെ അയാളെ നോക്കി ചൂണ്ട കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ റംലയുടെ ഭാഗ്യം എന്നവർ സ്വയം പറയും. ഷറഫുക്കയെ കൊണ്ട് അതൊന്നും കഴിയാത്തതിൻ്റെ നിരാശയാണ് അവർക്ക്.
ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ സീൻ പിടിക്കാൻ ഷറഫൊക്കെ ഉണ്ടാവാറുണ്ട്. റംലത്തെ കാണാതെ അത്യാവശ്യം സീനാണെങ്കിൽ ഞാൻ അയാളെ കൊതിപ്പിക്കുകയും ചെയ്യും. ഞാൻ അയാളെങ്ങനെ കൊതിപ്പിച്ച് നിർത്തുകയായിരുന്നു പതിവ്. ഒരിക്കൽ മുകളിലത്തെ നിലയിൽ വെച്ച് അയാൾ എന്നെ ഒന്ന് പിടിച്ച് ഞെക്കി. സാരിക്ക് മുകളിലെവിടെയാണ് ഞെക്കിയത്. നല്ല ഹൗസിംഗ് ആണല്ലോ എന്ന് പറയുകയും ചെയ്തു. ഞാൻ എന്ത് വേണമെന്നറിയാതെ കുഴങ്ങി. നമുക്ക് കറവ് നടത്തണ്ടേ എന്ന് അയാൾ ചോദിച്ചു. അയാൾ വീണ്ടും 2 കൈകൊണ്ടും പുറമേന്ന് പിടിച്ച് എന്നെ മാറോടൊന്ന് ചേർത്തു. എൻ്റെ അരക്കെട്ടും അയാളൊന്ന് ഇതാക്കി. അങ്ങനെ ചെറിയൊരു പരിപാടിയുടെ തുടക്കത്തിലേക്ക് ഞങ്ങൾ ഇതാക്കി. എൻ്റെ മേശയിട്ടതിനേക്കാൾ ഉശിരും വണ്ണവും ബലവുമുള്ളതായി എനിക്ക് തോന്നി. ആ പിടുത്തവും എന്താ പറയുക, ആ ഒരു ആരംഭം തന്നെ എനിക്ക് ഇഷ്ടമായി. റംലത്ത സ്വകാര്യമായി എന്നോട് ചോദിച്ചു, ഞാൻ നാളെ ആ പിടുത്തലൊക്കെ തന്നെ പാല് നന്നായി കാണുന്നു. അത് ബ്ലൗസ് നനഞ്ഞത് റംലത്തയും കണ്ടു താഴെ വന്നപ്പോൾ. അങ്ങനെ നന്നായി ലീക്ക് ചെയ്യുന്നുണ്ടല്ലോ സജിത എന്ന് റംലത്ത പറഞ്ഞപ്പോൾ കുട്ടി കുഴിച്ചിട്ട് തീർന്നില്ലാന്ന് ഞാനും പറഞ്ഞു. നിനക്ക് കുറച്ച് രമേശിനെ കൊണ്ട് കുടിപ്പിച്ചൂടെ? റംലത്ത സ്വകാരായി എന്നോട് പതിയെ ഇങ്ങനെ ചോദിച്ചു. റംലത്ത, നിന്റെ നാളെ ഇനിയും മാറിയില്ലേ? 2 പിള്ളേരായിട്ടും എന്തിനാ നാണിക്കുന്നത്? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാ. ഞാൻ അങ്ങനെക്കിപ്പോൾ അതിലൊന്നും വലിയ താല്പര്യമില്ലെത്താ. റംലത്ത, മൂപ്പർക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക? കുറച്ച് സമയം ആലോചിച്ച ശേഷം നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് എന്നെ കൂട്ടി സ്റ്റോർ റൂമിൽ പോയി. ഇങ്ങനെ പാലൊലിക്കുന്നതിന് ഒരു പരിഹാരം വേണമല്ലോ. ഇതിപ്പോൾ നാട്ടുകാർ കണ്ട നാണക്കേടല്ലേ എന്നും പറഞ്ഞ് ഇത്ത മാറിൽ നിന്ന് എൻ്റെ സാരി മാറ്റി ബ്ലൗസിൻ്റെ ഹുക്കം അയച്ചു. ഞാൻ തടയാൻ നോക്കിയെങ്കിലും അവിടെ നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് പൊക്കി മാറ്റി എൻ്റെ അത് കുടിക്കാനങ്ങ് തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി എൻ്റെ മോളല്ലാത്തൊരു പെണ്ണ് എൻ്റെ അവിടെ കുടിക്കുകയാണ്. അത് കുടിക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ല സുഖം കിട്ടുമായിരുന്നു. ഇത്ത 2 മാറി മാറി കുടിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പുറമെ ഒന്ന് പിടിച്ചു നോക്കി, രമേശൻ ഇതിലാണോ അടിക്കല് എന്ന് ചോദിച്ചു. എനിക്കൊരു തരിപ്പ് കയറി. റംലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആണുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറ്റൊരു വെച്ച് ചരക്കാണ്. അന്ന് നാട്ടിലെ മുസ്ലിം ഉമ്മമാരൊക്കെ വീട്ടിൽ മുണ്ടും നീളൻ ബ്ലൗസാണ് എടുക്കുക. അതൊന്നും ഇടുന്ന ശീലം അവർക്കില്ലാതാണ്. റംലത്തേക്ക് അന്നൊരു 30 വയസ്സ്. ഞാൻ നല്ല വലുതാണ് കേട്ടോ. എല്ലാം കയ്യിലും കാലിലൊക്കെ സ്വർണ്ണ രോമങ്ങൾ. ഇനി അവിടെയും സ്വർണ്ണമായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നെക്കാളും കളറുണ്ട് ഇത്തയ്ക്ക്. ഞാൻ വെളുപ്പാണെങ്കിൽ കാലിലും കയ്യിലൊക്കെയുള്ള റോം കറുത്തിട്ടാണ്. ഇത്തേടത് അങ്ങനെയല്ല. നമ്മൾ മറ്റേ വീഡിയോസിലൊക്കെ കാണുന്ന ചില അറബികളൊക്കെ ഉള്ളതുപോലെ സ്വർണ്ണ കളർ റോമായിരുന്നു. ഇത്തയുടെ വേഷവും അന്ന് മുണ്ടും നീളൻ ബ്ലൗസുമാണ്. മറ്റത് ഇടാത്തതിനാൽ അതിങ്ങനെ തൂങ്ങി നിൽക്കുകയും ചെയ്യും. അടുത്ത ദിവസവും ഇത്ത എന്നെ സ്റ്റോർ റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസങ്ങളിലും ഇത്ത അങ്ങനെ കൊണ്ടുപോയി. അത് തന്നെ തുടർന്നു. എനിക്കും അതെന്തോ ഒരു ഹരമായി. വീട്ടിൽ എൻ്റെ മകളെ അമ്മായിയമ്മ നോക്കും. ഇടയ്ക്ക് ആ ഒരു ടൈം ആകുമ്പോൾ കുട്ടിയെ അമ്മ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഞാൻ കുട്ടിക്ക് അത് കൊടുക്കുമ്പോൾ കാഴ്ചക്കാരനായി ഷറഫൊക്കെ ഉണ്ടാവും. റംലത്തെയും അമ്മയും കാണാതെ ഞാൻ അയാൾക്ക് അത് കാണിച്ച് ഇങ്ങനെ കൊതിപ്പിക്കും. കുട്ടി ഇറക്കുടിച്ച് അടുത്ത ഇതിലേക്ക് മാറുമ്പോൾ കുടിച്ചു കഴിഞ്ഞത് ബ്ലൗസിനുള്ളിലാക്കാതെ ഞാൻ ഇക്കയ്ക്ക് മനഃപൂർവ്വം കാണിച്ചു കൊടുക്കും. ഇക്ക അത് കണ്ടിങ്ങനെ ചുണ്ട് കഴിച്ച് നിൽക്കും. 27 വയസ്സിൻ്റെ യുവത്വത്തിൽ ശരിക്കും കളി കിട്ടാത്ത ആ ഒരിത് എനിക്ക് നന്നായി ഉണ്ടായിരുന്നു. പിന്നീടും പല ദിവസങ്ങളിലും ഇക്കയും റംലത്തെയും എൻ്റെ ഇത് കുടിയങ്ങ് തുടർന്നു. ഒരു ദിവസം ഇക്ക പുറത്തു പോയ ദിവസം എൻ്റെ അത് കുടിക്കാനായി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ അതൊക്കെ മാറ്റി പൂർണ്ണമായി അയച്ച് ഇത്താന്ന് കുടിച്ചു. അരയ്ക്ക് മുകളിൽ പൂർണ്ണമായി ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഒരു സ്ത്രീയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ശരിക്കും നാണായി. ഇത്ത എൻ്റെ അത് കുടിച്ചു കഴിഞ്ഞ് ഇത്തയുടെ ഇതും അങ്ങ് അയച്ചു. ഓ, നല്ല ഇതായിരുന്നു. ചുവന്ന ഇത് എൻ്റേതുപോലെ കാപ്പി കളറൊന്നുമല്ല. ഇത്ത എൻ്റെ അവരുടെയും അതിങ്ങനെ മുട്ടിച്ചു. അത് എൻ്റെ വായിലേക്കും വെച്ച് വന്നു. അത് അവിടെ അതൊന്നും ഇല്ലെങ്കിലും ഞാൻ കുറേ നേരം അതിങ്ങനെ ആസ്വദിച്ചതാക്കി. പാലില്ലാത്തപ്പോൾ തന്നെ ഇങ്ങനത്തേതാണെങ്കിൽ പാലുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നും പറഞ്ഞ് ഇത്തന്നെ കളിയാക്കി. അതിൻ്റെ പിടുത്തവും ചപ്പലും ഒക്കെ കീ നടത്തി.
പലപ്പോഴും ഷറഫുക്ക എൻ്റെ അവിടെ രമേശേട്ടനാണെങ്കിൽ അതിങ്ങനെ വറ്റി തുടങ്ങുന്നുണ്ടല്ലോ എന്നിടയ്ക്ക് പറയുമ്പോഴും അയാൾക്കറിയില്ലല്ലോ സ്വന്തം ഭാര്യ ഓരോരുത്തരും അത് കുടിക്കാൻ കൊടുക്കുന്നുണ്ടെന്ന കാര്യം. അങ്ങനെ എനിക്ക് ഒരു ദിവസം അമ്മ മകളുടെ വീട്ടിൽ പോയി. അന്ന് ഞാൻ ഷറഫുക്കയുടെ വീട്ടിൽ ജോലിക്ക് പോയി. കുട്ടിയെ മേടിച്ച് കുട്ടിക്ക് അത് കൊടുക്കുമ്പോഴൊക്കെ ഇക്ക വന്ന് വെള്ളം മറക്കാൻ തുടങ്ങി. നിന്റെ വീട്ടിലെ പശുവിനെ കറവ് നടത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ കറവ് നടത്തിയിട്ടില്ലല്ലോ, ഇക്ക എന്നോട് റംലത്ത കേൾക്കി ചോദിച്ചു. ഞാൻ ഇക്ക വരാഞ്ഞിട്ടല്ലേ രമേശേട്ടൻ കറവ് നടത്തിയിട്ട് പാല് കിട്ടുന്നത് കുറവാ ഷറഫ്ക. എന്നാൽ ഇന്ന് തുടങ്ങാം, ഇപ്പം തന്നെ പോയി കറവ് നടത്തിയാലോ? അപ്പോൾ റംലത്ത് ഇടപെട്ടു. ഉച്ചയ്ക്കാണോ നിങ്ങൾ പശുവിനെ കറവ് നടത്തുന്നത്? ഷറഫുക്ക. വൈകിട്ടാവുമ്പോഴേക്കും രമേശൻ വരും, അപ്പോഴേക്കും കറവ് കഴിയണം, അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ അതെ, നമുക്ക് രമേശനൊരു സർപ്രൈസ് കൊടുക്കാം. റംലത്ത് എന്നാ രണ്ടുപേരും പോയി കറവ് നടത്തിയിട്ട് വാ. ഞാൻ ഷറഫുക്കയായി വീട്ടിലേക്ക് പോയി. ഡോറ് തുറന്ന് അകത്ത് കരുതും ഇക്ക എൻ്റെ അവിടെ അങ്ങ് പിടിച്ചു. ഞാൻ ആക്രാന്തം കാണിക്കല്ലേ, ഞാൻ കുട്ടിയെ കിടത്തട്ടെ. ഷറഫുക്ക. എത്ര നേരമായി നീ എന്നെ കൊതിപ്പിക്കുന്നു. ഞാൻ കുട്ടിയെ കിടത്തി ഞാൻ അടുത്ത റൂമിലേക്ക് പോയി. ഇക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതിനെ പോലെ എന്നെ വാരിപ്പിടുന്നു പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിട്ടും. പിന്നെ അവിടെ ഞങ്ങളുടെ കലാപരിപാടികൾ തുടർന്നു. ഒന്ന് കണ്ണും കൂട്ടി മനസ്സിരുന്ന് ആലോചിച്ച് നോക്കിങ്ങള്, അവിടുത്തെ പരിപാടികൾ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾക്കിടയിൽ അയാൾ പുറമെ കണ്ടപ്പോഴാണ്, ഓ നിനക്ക് ഉണ്ടല്ലോ അവിടെ മറക്, നിന്റെ അമ്മായിയമ്മയ്ക്കും ഇവിടെ ഉണ്ടായിരുന്നു എന്നിക്ക പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയും നിങ്ങൾ അല്ലേ? അപ്പോൾ ഷറഫുക്ക. എൻ്റെ ഗുരുവാണ് അവർ, ഞാൻ ആദ്യമായി കണ്ടത് അവരുടേതാണ്. ഇതൊക്കെ ചെയ്യാനും പഠിപ്പിച്ചത് അവർ തന്നെ. പണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് വിസ കാത്തു നിൽക്കുന്ന സമയത്ത്, അതായത് അന്ന് എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ, അന്ന് നായരമ്മയാണെങ്കിൽ 34 വയസ്സുള്ളൊരു സുന്ദരിയോ. നാട്ടിലെ ചെറുപ്പക്കാരുടെയൊക്കെ റാണിയായിരുന്നു മറ്റതിൻ്റെ. രമേശനൊക്കെ അന്ന് ചെറുതാണ്. അവൻ്റെ അച്ഛൻ രാത്രി വെള്ളം അടിച്ച് വന്ന് ബഹളായിരുന്നു. അയാൾ രമണിയുടെ മുണ്ടഴിച്ച് അവിടെ ഇതാക്കുന്നത് കിടന്നുറങ്ങുന്നു. അത്ര തന്നെ. അത് രമണിയുടെ അത് കൂട്ടാനല്ലാതെ പാറ്റിക്കൊടുക്കാൻ അയാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇടവഴിയിൽ വെച്ച് അതിങ്ങനെ സ്വന്തമായിട്ടിട്ടോണ്ടിരിക്കുമ്പോഴാണ് രമണി നായരമ്മ എന്നെ പൊക്കിയത്. അങ്ങനെ ആളെന്നെ വീട്ടിനുള്ളിൽ വിളിച്ചു കയറ്റി എന്നതൊക്കെ അയച്ച് അതെടുത്തിങ്ങനെ ചെയ്തു തന്നു. അപ്പോൾ ഫുള്ള് കാടായിരുന്നല്ലോ. എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നെങ്കിലും അവരത് ഇതാക്കാതെ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. അപ്പോൾ അന്ന് തുടങ്ങിയ പരിപാടിയാണിത്. ആദ്യത്തെ പരിപാടി തുടങ്ങി. അങ്ങനെ സംസാരത്തിനിടയ്ക്ക ഇക്ക എനിക്കും അതിങ്ങനെ ചെയ്തു തരുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അറബിയുടേതും ഫിലിപ്പീനുടേതൊക്കെ ഇഷ്ടമായോ ഷറഫുക്ക, അതോ ഇന്ത്യൻ പോവോ? അപ്പോൾ ഷറഫുക്ക പറഞ്ഞു, നമ്മുടെ നാടൻ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലടി. എനിക്ക് ഞാനും എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നായരമ്മ എപ്പോൾ എത്തി? അതായത് നായരമ്മ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. നീ കറവ തുടങ്ങിയോ? അമ്മ ചോദിച്ചു. ഷറഫുക്ക. തുടങ്ങി, നല്ല പാല അമ്മ. അവൾക്ക് കുടിക്കാൻ നീ ഒന്നും കൊടുത്തില്ലേ? ഷറഫുക്ക. വയറ് നിറച്ച് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓ, അതിൻ്റെ പ്രസരിപ്പ് പെണ്ണിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. അവരുടെ സംസാരം കേട്ട് എനിക്ക് നാണം വന്നു. ശരിക്കും നാണം കെട്ട അവസ്ഥയിൽ. ഷറഫു. എന്നാ ഞാൻ പോട്ടെ നായരമ്മ. അമ്മ. നിനക്ക് എന്താണ് എത്ര തിരക്ക്? എനിക്കും കുറച്ച് കുടിക്കാൻ തന്നിട്ട് പൊക്കോ. ഷറഫ് ഒരു വലിച്ച ചിരിയുമായി അകത്തേക്ക് തിരിച്ചു കയറി. ഒപ്പം അമ്മയും ഞാനും. അമ്മ കഥ കടച്ചു. ചെയറിലിരുന്ന് ഷറഫു അവൻ്റെ അതിങ്ങനെ പുറത്തെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഒരു നാണമില്ലാതെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പരിപാടി അങ്ങ് തുടങ്ങും. ഷറഫു എൻ്റെ അടുത്തേക്ക് വിളിച്ച് ചെറിയ ചെറിയ പരിപാടികൾ എന്നിലും തുടങ്ങി. നായരമ്മയുടെ ഇതുള്ള പോലെ തന്നെ എനിക്കും ഒരു മാർഗമുണ്ടെന്ന് ഷറഫുക്ക അമ്മയോട് പറഞ്ഞു. അങ്ങനെ അവളുടെ മുഖലക്ഷണം കണ്ടാൽ തന്നെ അറിയാം അവളുള്ള മാർഗമുള്ള ടൈപ്പാണെന്ന് അമ്മ മറുപടി പറഞ്ഞു. അവിടെ എവിടെയാണ് കാണിച്ചെന്ന് അമ്മ പറഞ്ഞു. ഞാനത് കാണിക്കാൻ ഇങ്ങനെ മടിച്ചു നിൽക്കായിരുന്നു. അമ്മ. അവക്ക് കണ്ണി കണ്ട മേത്തനെ കാണിച്ചു കൊടുക്കാം. ഞാൻ ചോദിച്ച വലിയ നാണം കാണിക്കടി എന്ന് പറഞ്ഞു.
ഞാനത് മെല്ലെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അമ്മയാണേൽ അവിടെ പെട്ടെന്ന് കിടുകയും ചെയ്തു. ഷറഫ്, കുറെ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇതില് എന്ന് അമ്മ ചോദിച്ചു. അമ്മ അത് എൻ്റെ അവിടെ നിന്ന് തോണ്ടിയെടുത്തിങ്ങനെ വായിലേക്ക് വെച്ചു. എന്താന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. അങ്ങനെ അമ്മയും ഷറഫൊക്കെയായിട്ടുള്ള പരിപാടി തുടങ്ങി. അതിനിടയിൽ ഷറഫൊക്കെയാണെങ്കിൽ സജിത ഇവിടെ വന്നൊന്ന് അമ്മയ്ക്കൊന്ന് ഹെൽപ്പ് ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യേ ഞാനിതാക്കില്ല എന്ന് പറഞ്ഞു. അമ്മയാണെങ്കിൽ കുറെ തെറിയും പറഞ്ഞു. ഞാനാണ് ഇന്ന് വരെ അമ്മ തെറി പറയുന്നത് കേട്ടിട്ടില്ല. എനിക്ക് പേടിയായി. ഞാനാണ് വേഗം അവിടെ ചെന്നിരുന്ന് അമ്മയൊന്ന് ഹെൽപ്പിക്കാൻ തുടങ്ങി. കുറച്ചിതാക്കിയപ്പോഴത്തേക്കും തന്നെ തേൻ ചുരക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമാണ് ഇതാക്കുന്നത്, അതും സ്വന്തം അമ്മായിയമ്മയുടെ. അങ്ങനെ തേനും നെയ്യൊക്കെ ഒലിച്ചിറങ്ങി ഞാനത് ആസ്വദിച്ച് ഇതാക്കി. അങ്ങനെ അവരുടേതും എൻ്റെ ഹെൽപ്പും എല്ലാം കഴിഞ്ഞ് അവരെ അവസാനം പരിപാടികൾ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഷറഫൊക്കെയാണെങ്കിൽ വീട്ടിൽ പോയി. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവൻ്റെ കാക്കലൊക്കെ? ഞാൻ പറഞ്ഞു, സൂപ്പറാണ് അമ്മ. അമ്മ, രമേശിനെ കൊണ്ട് നിനക്കൊന്നും ആവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവനെ ഒരവസരം കൊടുത്തത്. അവനാണെങ്കിൽ വിശ്വസ്തനുമാണ്. 18 വയസ്സിൽ അതൈസ് നടക്കുന്ന അവനെ, ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നല്ലൊരു കളിക്കാരനാക്കി വളർത്തിയത് ഞാൻ തന്നെ. അതുകൊണ്ട് അവൻ നമ്മളെ ചതിക്കില്ല. മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അവനെ വിളിച്ച് ആക്കിക്കോട്ടോ. ഞാൻ എന്നാലും രമേശേട്ടനെ ഓർക്കുമ്പോൾ ഒരു വിഷമമാണ് അമ്മ. അവനെ ഓർത്ത് നീ വിഷമിക്കണ്ട. അവൻ്റെ അച്ഛൻ്റെ പ്രകൃതം തന്നെ അവന്. അവരുടെ കാര്യം കഴിഞ്ഞാൽ നമ്മളെ പരിഗണിക്കത്തേന്നുമല്ല. തുടർന്ന് അങ്ങോട്ട് ഷറഫുക്കയും ഞങ്ങളും അർമാദിക്കുകയായിരുന്നു. ഷറഫുക്ക എന്നെയും അമ്മയും തകർത്തായിരുന്നു. രമേശേട്ടൻ കടയിൽ പോയ പിന്നെ ഷറഫുക്ക വന്ന് കളി തുടങ്ങും. എനിക്കും അമ്മയ്ക്കും ഇടാനുള്ള സമയം ഇല്ലാണ്ടായി. ഷറഫുക്ക ഗൾഫിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പ്രയാസമായി. ഷറഫുക്കയുടെ കടയിലേക്ക് രമേശേട്ടനെയും കൂട്ടാൻ ഞങ്ങൾ സെറ്റാക്കി. അങ്ങനെ രമേശേട്ടന് വിസ നൽകി ഗൾഫിലേക്കും കൂട്ടി. കടയിലെ കാര്യങ്ങളൊക്കെ രമേശേട്ടനെ ഏൽപ്പിച്ചു. നാട്ടിൽ നിൽക്കാൻ തുടങ്ങി. എനിക്കും അമ്മയ്ക്കും ശരിക്കും സന്തോഷമായി എന്ന് വേണം പറയാൻ. മക്കൾ വളർന്നുകൊണ്ടിരുന്നു. സ്കൂളിൽ പോയാൽ ഷറഫൊക്കെ വന്ന് പരിപാടി തുടങ്ങും. ഇടയ്ക്ക് മക്കളൊക്കെ ഇറങ്ങിയ ശേഷം രാത്രിയും വന്ന് ഞങ്ങളെ കളിക്കും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. എനിക്ക് 45 വയസ്സായി, അമ്മയ്ക്ക് 65. അങ്ങനെ 18 വർഷമായി ഞങ്ങളുടെ കൂട്ടക്കളി അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ കളികൾ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയണ്ടേ? അറിയണമല്ലോ അല്ലേ? അപ്പോൾ കഥ മുഴുവൻ ഇഷ്ടമായിച്ചാൽ ഒരു ലൈക്ക് ചെയ്തേക്ക്, ഒരു സബ്സ്ക്രൈബും കൂടെ. പിന്നെ ഇതിൻ്റെ ബാക്കി കഥയായിട്ട് വേഗം തന്നെ കാണാവേ. അതുപോലെ ബൈ.